ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും സേഫ് ആണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു നല്ലൊരു ബിരിയാണിയാണ്. അതും ബീഫും കൊണ്ടുള്ള ഒരു ബിരിയാണി. അതെങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ബീഫ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ്. അത് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് സൈസിങ്ങിൽ വേണം, കാരണം നമ്മൾ കറി വെക്കുന്നേക്കാളും ഒരു ഡബിൾ സൈസിലാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അത് വേവിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്കൊരു കുക്കർ എടുക്കാം. അപ്പോൾ ഞാൻ ബീഫ് ഇവിടെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുത്ത് അത് വേവിച്ചെടുക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ബിഗ് സ്പൂണാണ് എടുത്തേക്കുന്നത്, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ബിരിയാണിക്ക് വേണ്ടി ചതച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1 സ്പൂൺ ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2 വിസിലാണ് അടിക്കുന്നത്, കാരണം ഈ ബീഫ് ഇവിടുത്തെ കിട്ടുന്ന ബീഫ് അധികം വേവില്ലാത്തതാണ്. അപ്പം നിങ്ങളുടെ കിട്ടുന്ന ബീഫിൻ്റെ അനുസരിച്ചുള്ള വേവിൻ്റെ അനുസരിച്ച് വിസിലടിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, കാരണം ഈ ബീഫിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി അത് കുക്കായി കിട്ടിക്കോളും. അപ്പം നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബീഫിലേക്കുള്ള മസാല തയ്യാറാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ വീട്ടിൽ തയ്യാറാക്കുന്ന മസാലയാണ് ഇടുന്നത്. നിങ്ങൾക്ക് കണ്ടാലറിയാം, ജീരകമുണ്ട്, പെരുംജീരകം, ഷാജീരകം, കുറച്ച് മല്ലി, 2 ഉണക്കമുളക്, കറുകപ്പട്ട, ഏലക്ക, ജാതിക്ക, പിന്നെ താക്കോലം. ഇത്രയും സാധനങ്ങളൊന്ന് വറുത്തിട്ട് ഞാൻ പൊടിച്ചെടുക്കുവാണ്. ആ മസാലയാണ് നമ്മൾ ഈ ബിരിയാണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്ത് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 4 സവാളയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം, കാരണം ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഉള്ളി ഇവിടെ ഹാഫ് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഉള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ 2 സ്പൂണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. നമ്മുടെ തക്കാളി സവാളയെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുതിനയില മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. വീട്ടിൽ പൊടിച്ച ബിരിയാണി മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 സ്പൂൺ ബിരിയാണി മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഗരം മസാലയോ മുളക് പൊടിയോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഇതിലെല്ലാം ഉണ്ട്. മുളകുണ്ട്, നമ്മുടെ മല്ലി, അതെല്ലാം കൂടെ അടിച്ചതായതുകൊണ്ട് വേറെ ഒന്നും നമ്മളിതിലേക്ക് സ്പെഷ്യലി ചേർക്കുന്നില്ല.
നമുക്ക് ഒരു 1/2 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളത്തോടു കൂടി, ആ മസാലയൊക്കെ ഉള്ള വെള്ളത്തോടു കൂടി തന്നെ ഇട്ട് കൊടുക്കണം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഈ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഈ വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചോറ് റെഡിയാക്കി എടുക്കാം. ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് ഫ്രഷ് മസാലയുണ്ട്, ഏലക്കായും അതെല്ലാം കൂടെ അതൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഈ ബിരിയാണിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ജീരകശാല അരിയാണ്. 3 ഗ്ലാസ് ജീരകശാല അരി ഒരു 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഊറ്റിയെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നമ്മുടെ അരി ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. അതേസമയം തന്നെ 1 സ്പൂണ് റോസ് വാട്ടർ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ചോറിൻ്റെ ഉപ്പ് നിങ്ങൾ വെള്ളത്തിൻ്റെ അനുസരിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. ആ 3 ഗ്ലാസ് അരിക്ക് ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു നല്ല തിള വരുന്നിടം വരെ തിളച്ചിട്ട് അതിനുശേഷം ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് ചെറിയ തീയിൽ നമ്മൾ വേവിച്ചെടുത്താണ്. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതിലേക്ക് നമ്മളിനി ബീഫ് ചേർത്ത് കൊടുക്കും. അതിന് മുന്നേ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ബീഫ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബീഫിലേക്ക് മസാല എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ലെയറായിട്ട് നമുക്ക് ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ നിന്ന് ഒരു പകുതിയിൽ കൂടുതൽ ചോറ് മാറ്റി ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ആ മസാലയോട് കൂടിയിട്ട് നമുക്ക് എടുക്കണം ബീഫ്. പകുതി ബീഫ് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡിലേക്കും നമുക്കത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. കുറച്ച് കാഷ്യൂനട്ടും ഓണിയോണും ഗ്രേപ്സും കൂടെ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ബീഫും കൂടെ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. പുതിനയിലയും മല്ലിയിലയും വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട ചോറുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി
ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് കുറച്ച് ഗാർണിഷ് ചെയ്ത് മല്ലിയിലയും ഉള്ളിയെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഒരു ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെക്കണം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നെയ്യ് അതിൻ്റെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചു വെച്ച മസാല ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതൊരു ഇച്ചിരി നേരെ ഒന്ന് തൂവി കൊടുക്കാം. ആ ആവി കയറുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. ഇനി ഞാനിവിടെ ദമ്മൊന്നും കൊടുക്കുന്നില്ല. ഞാനിത് നല്ല ടൈറ്റായിട്ട് അടപ്പ് വെച്ച് അടച്ച് ഒരു ചെറിയ തീയിൽ 10 മിനിറ്റ് ആവി കയറ്റും. അപ്പം നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ ഫ്രഷ് മസാലയുടെയും എല്ലാത്തിൻ്റെയും ഒരു സ്മെല്ല്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. കാരണം നമ്മൾ എപ്പോഴും ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കുന്നവരല്ലേ. അപ്പോൾ ഇടയ്ക്കൊന്ന് മാറ്റി ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ അടിപൊളി റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ.